ഒരു പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ നിഷ്കരുണം കൊല്ലാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? നീയൊക്കെ ഒരു മനുഷ്യനാണോ? വഴിയിലൂടെ പോകുന്ന ഒരു കുഞ്ഞാണെങ്കിൽ പോലും അതിന്റെ നിഷ്കളങ്കമായ മുഖം കണ്ടാൽ നമുക്കൊന്ന് ഓമനിക്കാൻ തോന്നും, അല്ലെങ്കിൽ ഒന്നെടുത്ത് ഉമ്മ വയ്ക്കാൻ തോന്നും. പക്ഷേ സ്വന്തം കുഞ്ഞിനെ മടിയിലിരുത്തി കൈമുട്ടുകൊണ്ട് ആ കുഞ്ഞു വയറിൽ ഇടിച്ചു കൊലപ്പെടുത്തണമെങ്കിൽ നീയൊരു മനുഷ്യനല്ല, മൃഗമാണ്. നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുകാരൻ ഇഹാൻ മരണപ്പെട്ട സംഭവത്തിൽ നടുക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പോലീസിന്റെ ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിനൊടുവിൽ കുഞ്ഞിന്റെ പിതാവായ ഷിജിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. പിന്നാലെ പുറത്തുവന്നതാകട്ടെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവങ്ങളുമാണ്. കഴിഞ്ഞ ജനുവരി 16 പുലർച്ചെ 3 മണിയോടെ ഇഹാൻ കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുകയും കട്ടിലിൽ മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്തു. കുഞ്ഞ് കരയുന്നത് കേട്ട് എഴുന്നേറ്റ കൃഷ്ണപ്രിയ മുറിയിലെ ലൈറ്റിടുകയും പിന്നാലെ കുഞ്ഞിനെ ശുചിമുറിയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. ലൈറ്റിട്ടതിന് പിന്നാലെ ദേഷ്യം പിടിച്ച ഷിജിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞ് ബഹളമുണ്ടാക്കി. തുടർന്ന് കുഞ്ഞിനെ വൃത്തിയാക്കിയ ശേഷം കൃഷ്ണപ്രിയ കട്ടിലിൽ തന്നെ കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തി. കുഞ്ഞ് ആ സമയവും നിർത്താതെ കരയുകയായിരുന്നു. ഇതിനു പിന്നാലെ തന്റെ ഉറക്കം പോയി എന്ന് പറഞ്ഞ ഷിജിൽ വീണ്ടും ബഹളം വെച്ചു. ശേഷം കട്ടിലിൽ കിടന്ന കുട്ടിയെ എടുത്ത് മടിയിലിരുത്തിയ ശേഷം വയറ്റിൽ കൈമുട്ടുകൊണ്ട് ആഞ്ഞിടിക്കുകയായിരുന്നു. എന്നാൽ ഈ സമയം കൃഷ്ണപ്രിയ അവിടെ ഉണ്ടായിരുന്നില്ല. കുട്ടി വേദന കൊണ്ട് പിടഞ്ഞു കരഞ്ഞെങ്കിലും ഷിജിൽ തിരിഞ്ഞു നോക്കാതെ അവിടെ കിടന്നുറങ്ങി. തുടർന്ന് അവിടേക്കെത്തിയ കൃഷ്ണപ്രിയ കുട്ടിയുടെ കരച്ചിൽ മാറ്റിയ ശേഷം കിടത്തി ഉറക്കുകയായിരുന്നു. പുറമെ മുറിവോ മറ്റൊന്നും തന്നെ കാണാത്തതിനാൽ കൃഷ്ണപ്രിയയ്ക്ക് സംശയവും തോന്നിയില്ല. അന്ന് വൈകുന്നേരത്തോടെ തന്നെയാണ് കുട്ടിയുടെ അവസ്ഥ മോശമാവുകയും കുഞ്ഞ് ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്തത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ മരണം സംഭവിക്കുകയുമായിരുന്നു. ഷിജിൽ കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെയാണ് കുഞ്ഞ് ബോധരഹിതനായത് എന്നായിരുന്നു ആദ്യം കൃഷ്ണപ്രിയ മൊഴി നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൈക്കും 3 പൊട്ടലുള്ളതായും വയറ്റിൽ ക്ഷതമേറ്റതായും കണ്ടെത്തി. എന്നാൽ പോലീസ് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ 2 പേർക്കും അറിവുണ്ടായിരുന്നില്ല. കുഞ്ഞ് എവിടെയെങ്കിലും വീണോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു മറുപടി. പിന്നാലെ പരിശോധിച്ച ഫോറൻസിക് സർജനും കുഞ്ഞിന്റെ അടിവയറ്റിൽ ക്ഷതമേറ്റുവെന്ന് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമായതെന്നും പോലീസിനെ അറിയിച്ചു. ഇതോടെയാണ് വീണ്ടും വിശദമായി 2 പേരെയും ചോദ്യം ചെയ്യുന്നത്. വ്യക്തമായ തെളിവുകൾ പോലീസ് നിരത്തിയതോടെ ഷിജിലിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. സംഭവത്തിൽ പിതാവ് ഷിജിലിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കുഞ്ഞിന്റെ അമ്മയായ കൃഷ്ണപ്രിയ. കുഞ്ഞ് കരയുന്നത് ഷിജിലിന് ഇഷ്ടമല്ലായിരുന്നുവെന്നും ഭാര്യ കൃഷ്ണപ്രിയ പറയുന്നു. ഷിജിൽ അടുത്തു വരുമ്പോൾ തന്നെ കുഞ്ഞ് കരയുമായിരുന്നു. കൂടാതെ ഇയാൾ ഒരിക്കലും സ്നേഹത്തോടെ കുഞ്ഞിനെ വിളിച്ചിരുന്നില്ല എന്നും പറയുന്നുണ്ട്. വൃത്തികെട്ട വാക്കുകളാണ് കുഞ്ഞിനോട് ഉപയോഗിച്ചിരുന്നത്. പലപ്പോഴും കുഞ്ഞിനെ ബലമായി എടുത്തുകൊണ്ടുപോകുമായിരുന്നുവെന്നും കുഞ്ഞ് കരഞ്ഞ് ബഹളം വയ്ക്കുമ്പോഴും തന്നെ എടുക്കാൻ സമ്മതിക്കില്ല എന്നും ഇവർ പറയുന്നു. കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിന് വരെ കണക്ക് പറഞ്ഞിരുന്നു. പ്രതികരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുമായിരുന്നുവെന്നും വിതുമ്പിക്കൊണ്ട് കൃഷ്ണപ്രിയ പറയുന്നു. 2.5 വർഷങ്ങൾക്ക് മുൻപാണ് ഷിജിലിന്റെയും കൃഷ്ണപ്രിയയുടെയും വിവാഹം നടക്കുന്നത്. കൃഷ്ണപ്രിയ ഗർഭിണിയായതു മുതലാണ് ഷിജിലിന് സംശയം തുടങ്ങുന്നത്. ഇതോടെ ഇരുവരും തമ്മിൽ അകന്നു. കുഞ്ഞ് ജനിച്ച ശേഷവും വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് ഇരുവരും ഒന്നിച്ചു കഴിഞ്ഞിട്ടുള്ളത്. തുടർന്ന് 2 മാസങ്ങൾക്ക് മുൻപാണ് ഇരു വീട്ടുകാരുടെയും മധ്യസ്ഥ ചർച്ചയിൽ വീണ്ടും ഒന്നിക്കുന്നത്. കുട്ടിയുടെ കൈക്കുണ്ടായ 3 പൊട്ടലുകളും ഷിജിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ ആണെന്നും പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഷിജിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.